എടാ നീ എന്താ ഇങ്ങനെ നനഞ്ഞു വരുന്നേ? ഒതുങ്ങാൻ സ്ഥലം കിട്ടിയില്ലേ, അതാ മൊത്തം. ചെല്ല് ആദ്യം ഡ്രസ് മാറ്റി തല തുടക്കേ. അമ്മേ കോഫി അമ്മേ. ദാ അവിടെ ഫ്ലാസ്കിലുണ്ട്. വരുന്നു. ഡാ ഇവിടെ ഇരുന്നോണ്ടിരിക്കില്ലേ, കഥവും തുറന്നൂടെ? ചെവി കേൾക്കാത്തതിനെ പോലെ ഇരുന്നോണ്ടിരിക്കുന്നേ. ഡീ വരാന്ന് പറഞ്ഞില്ല, എന്തിനിങ്ങനെ ബെല്ലടിക്കുന്നേ? നീയും നന്നായി നനഞ്ഞു അല്ലേ? ഇനി പനി തലവേദന പറഞ്ഞ എന്റെ ജീവൻ എടുത്തോ. എന്നാ പിന്നെ നിങ്ങളുടെ അച്ഛനോട് വന്ന് കൊടപിടിക്കാൻ പറ. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അച്ഛനാ, പറയുന്നത് കേട്ടില്ലേ? എന്താ ഈ പട്ടി ചേർലിരുന്ന് കോഫി പിടിക്കുന്നേ? അമ്മ ഫ്ലാസ്ക് കാലിയാണല്ലോ. നിനക്കുള്ളത് അതിനകത്ത് വെച്ചിരുന്നതാ. എടാ വാസു, മൊത്തം നീ ഒഴിച്ചെടുത്തോ? അല്ലമ്മേ, എനിക്ക് മാത്രം ഒഴിച്ചേ. എന്നെ കോഫി നീയാ കുടിച്ചത്. എന്നെ കോഫി തിരിച്ചാടാ. കോഫിയിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ടോ? ഒന്ന് പൊടി. എന്റെ കോഫി താടാ. എന്റെ അമ്മ, ഒരു കോഫിക്കാണോ ഈ ബഹളം? ഞാൻ വേറെ കോഫി ഉണ്ടാക്കി തരാം. എനിക്ക് ഈ കോഫി തന്നെ വേണം. കോഫി താടാ. നിനക്ക് കോഫിയല്ലേ വേണ്ടേ? അത് മര്യാദക്ക് ചോദിച്ചുകൂടെ? അത് വിട്ടിട്ട് എന്താ അഹങ്കാരം നോക്കിയേ. എന്നാ ഞാനല്ല ചേട്ടനമ്മേ. വീട്ടിൽ കേറി വന്നാ തുടങ്ങും രണ്ടും കൂടെ. വീട്ടിലിരുന്നാലല്ലേ ഉള്ളൂ. വാ വാടി ഇങ്ങടെ. അമ്മ ഞാനല്ല. ഹലോ, നിങ്ങൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഈ നാട് മുഴുവൻ കേൾക്കും. ഇപ്പൊ റോഡിലായോ നിങ്ങളുടെ വഴക്ക്? പെർമിഷൻ ഇല്ലാതെ മീറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞാൽ പോലീസ് നിങ്ങളെ പിടിച്ചോണ്ട് പോകും. എന്താ മോളെ, പെണ്ണല്ലേ നീ? ഒരു അടക്കം വേണ്ടേ? ആണുങ്ങൾക്ക് ഈക്വലായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പെണ്ണിനെ വളർത്താൻ പറഞ്ഞാൽ പിശാചിനെ വളർത്തി വെച്ചേക്കുന്നത്. ഹലോ, അത് നിങ്ങളുടെ വീട്ടിൽ പോയി പറ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ റോഡിലിരുന്നാ പറയുന്നേ. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? ഞങ്ങളെ പുറത്താക്കി നിക്കട്ടെ. അന്ന് നിങ്ങളുടെ വൈഫ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ വീട്ടിൽ പോകണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അത് നിങ്ങൾ കേട്ടായിരുന്നോ? എന്തീ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കടി. ഇതാണ് മോളെ എന്റെ ലൈഫ് വൈഫ്. അയ്യോ, അപ്പൊ അത് നിങ്ങളുടെ സെറ്റപ്പ് ആയിരുന്നോ? ഞാനൊരു ചീപ്പ് മേടിക്കണമെങ്കിൽ പോലും എന്റെ കെട്ടിയോളോട് ചോദിച്ചിട്ടേ മേടിക്കുള്ളൂ. സെറ്റപ്പ് വെക്കുവാണെങ്കിൽ ഞാനത് പറയത്തില്ലേ? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലേ? സെറ്റപ്പ് ഇങ്ങോട്ട് നോക്ക്. കല്യാണം കഴിഞ്ഞ് അന്നോട്ട് നിന്റെ അടുത്ത് മാത്രം ഞാൻ അടിമടിച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കാണിച്ചു തരാം. വേഗം ഡോറാബുജി, നീ എനിക്കൊരു പണി തന്നല്ലേ? ദേവി, എന്താ അവിടെ ഒരു ബഹളം? അറിയില്ലമ്മേ, അടുത്ത വീട്ടിലുള്ളവർ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കിട്ടെന്നോ? എന്റെ അമ്മയും അച്ഛനും വഴക്കൂടാൻ കാരണം ഇവരാ. അതും ചെയ്യും നിങ്ങള്. ഞാൻ ദാ വരുന്നു. അതെ, വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാ മതിയോ? പിള്ളേർ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്ന കാണുന്നില്ലേ? ഞാൻ ഇങ്ങനെ കിടന്ന് ഇവിടെ ഒച്ച വെക്കുന്നില്ലേ? എന്താടി നിന്റെ പ്രശ്നം? അയ്യോ, ദിവസം നടക്കുന്ന പ്രശ്നമല്ലേ? ഞാൻ ചോദിച്ച ഇപ്പൊ ശരിയാവുന്ന എവിടെ അവര്? അവിടെ നിൽക്കുന്നുണ്ട്, നോക്ക്. എടാ വാസു. ഇവിടെ ഇല്ലല്ലോ. വാസു, വാസു. എന്റെ അമ്മോ. ദേവി, ഇല്ലെന്നേ, അവരിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്താണെന്ന് പറഞ്ഞിട്ട് അകത്തുനിന്നുള്ള ശബ്ദം വരുന്നത്. ഇല്ലെന്നേ, ഇവിടത്തെ. നിനക്കൊരു പണിയില്ല. നീ പിള്ളേരോട് വഴക്കിട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരും. അങ്ങനെയല്ല വാസു. രാത്രി ചപ്പാത്തി ഉണ്ടാക്കണേ. ഉണ്ടാക്കി തരാം. എന്താ അമ്മ എങ്ങനെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എത്ര മനോഹരമായ സ്വപ്നമായിരുന്നു. ഞാൻ പാട്ടും പാടി ഡാൻസ് കളിക്കുമായിരുന്നു. 10 വയസ്സുള്ള കുട്ടിയാണെന്നാ വിചാരം. വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്ക്. ഇന്ന് നിന്നെ പെണ്ണാണാൻ വരുന്നുണ്ട്. തുടങ്ങിയല്ലേ? ആരോട് ചോദിച്ചിട്ടാ വരാൻ പറഞ്ഞേ? ആരോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കണം. എനിക്കിപ്പോ മാരേജ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? കുറച്ചു ദിവസം കഴിയട്ടെ. നീ കാരണം ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. ആണുങ്ങളില്ലാത്ത വീടാണ്. നീ ഒന്ന് മനസ്സിലാക്ക്. ഇത് തന്നെ എത്ര പ്രാവശ്യമാ പറയണേ? ഒന്ന് ഡയലോഗ് മാറ്റിക്കൂടെ? ബോറായി. ദേ കേട്ടോ, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. നീ വേഗം റെഡിയാക്ക്. പറഞ്ഞത് കേട്ടോ? ശരി ശരി, അമ്മ പോ, ഞാൻ വരാം. രാവിലെ തന്നെ ഇതൊക്കെ. പെണ്ണിനോട് വരാൻ പറയുന്നു. ചേച്ചി, പെണ്ണിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തായിരുന്നു. കാപ്പി എല്ലാവർക്കും കൊടുക്കുമോളെ. എടുക്ക് എടുക്ക്.
പെണ്ണ് സുന്ദരിയാണല്ലേ? ചൂടാ. ആഹാ, എന്തൊരു വളരെ നല്ല, വേഷം വളരെ കടയിൽ നല്ല. കാണിക്കുന്നേ. ആഹാ. അപ്പൊ എന്താ ഇഷ്ടായോ? ഗ്ലാസ് കുറച്ചുകൂടി വലുതിറങ്ങി വളരെ നന്നായേനെ. അതെ ചേട്ടാ, വലിയൊരു പാത്രത്തിൽ തരികയാണെങ്കിലേ വീട്ടിൽ പോയി ചൂടാക്കി കുടിക്കാലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കാപ്പിയെ പറ്റിയാണോ പറയുന്നത്? എനിക്ക് ശരിക്കും ഇഷ്ടമായി. പെട്ടെന്ന് ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ പറയുന്നവന്മാരൊക്കെ മിക്കവാറും ഫസ്റ്റ് നൈറ്റിൽ ഉറങ്ങാറാ പതിവ്. അവന്റെ മോന്ത കണ്ടില്ലേ? എന്താ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് അദ്ദേഹത്തോട് തനിച്ച് സംസാരിക്കണം. എന്താടോ സംസാരിക്കണോ? നിനക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല പറഞ്ഞേ, പിന്നെ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? നോ പ്രോബ്ലം ആന്റി. നിങ്ങളുടെ മോൾ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് തടയുന്നേ? എന്നെ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നാറുണ്ട്. കേട്ടില്ലേ പറഞ്ഞു? ഇഷ്ടപ്പെട്ടോ? ഓ യെസ്, അതുകൊണ്ടല്ലേ നിങ്ങളുടെ പുറകെ ഞാൻ ഓടി വന്നേ. നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഓ ചോദിച്ചോന്നേ. നയഗ്ര ഫാൾസ് അറിയോ? യാ. അതിൽ നിങ്ങൾ മുങ്ങി എനിക്കൊരു മുത്തെടുത്ത് തരുമോ? നയാഗ്രയിലോ? അതിനകത്ത് എവിടുന്നാ മുത്ത്? ഞാനിതിനു മുമ്പേ പ്രേമിച്ച പയ്യന്മാര് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടല്ലോ. എന്തോന്ന്? പ്രേമിച്ച പയ്യന്മാരോ? അതേന്നേ. അത് നിങ്ങൾ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ എന്നെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറയല്ലേ, വല്ലാത്ത നാണക്കേടാവും. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടായി. പ്രോബ്ലം എന്താണെന്ന് വെച്ചാ എന്റെ ലവേഴ്സ് എല്ലാവരും വലിയ ഗുണ്ടകളാ. ഗുണ്ടകളോ? ഞാനൊരു വലിയ ഗുണ്ട തന്നെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അങ്ങനെയാണോ? വളരെ സന്തോഷമുണ്ട്. നിങ്ങക്ക് പഞ്ചാബ് പക്രി അറിയോ? പഞ്ചാബ് പക്രിയോ? അതേന്നേ. പഞ്ചാബിൽ അദ്ദേഹം 12 കൊലപാതകം ചെയ്തിട്ടുണ്ട്. അവർക്കും എനിക്കും 3 വർഷമായി. ഒരിത്. എന്തോന്ന്? 3 വർഷോ? പിന്നെ ഈ പാൻപരാഗ് രവി ഇല്ലേ, അതെ, അദ്ദേഹത്തിനോടും ഒരു 3 മാസം. പിന്നെ കത്തികുത്ത് കണ്ണൻ, നായ് ശേഖർ എല്ലാവരെയും നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതൊക്കെ നിങ്ങൾ പുഷ്പം പോലെ ചെയ്യും. നിങ്ങൾ അവരെക്കാളും വലിയ ഗുണ്ടയല്ലേ? നീ എന്താ കളിക്കാണോ? ഇവരെയൊക്കെ ഒതുക്കിയാൽ എനിക്ക് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണം തന്നെ വേണ്ട. ഒന്ന് പോയേ. അയ്യോ നിക്ക്, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി. ഇഷ്ടമായിന്നോ? എനിക്കുള്ള പുള്ളി തോണ്ടി വെച്ചിട്ട് പെണ്ണ് കാണാൻ വിളിക്കുന്നു. അച്ഛാ, എനിക്കിത് ഇഷ്ടമായില്ല. എനിക്കിഷ്ടമായടാ. ഇതാ നോക്ക്, 4ാമത്തെ ക്ലാസ്സാ. അയ്യോ, താൻ ആ കാപ്പി ഇനിയും കുടിച്ചു കഴിഞ്ഞില്ലേ? പെണ്ണിന്റെ കാര്യം പറഞ്ഞേ. എന്താ ഇത് അമ്മൂട്ടി ദേഷ്യപ്പെട്ട് എന്ത് പോകുന്നു? ചെയ്യാനാ? ഈ എത്ര വീട്ടിലെങ്ങനെ കയറി ഇറങ്ങുന്നേ? എന്താ വാ, എല്ലാം എടുത്തോണ്ട് വാ. വാ മോളെ, വാ, ഇങ്ങനെയാണോ പോവാം. പിള്ളേരെയൊക്കെ ശരി. വളർത്തുന്നത്? ഫസ്റ്റ് നൈറ്റിന് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് പോവാണോ? ഒരു കമ്മീഷൻ മിസ്സായല്ലോ. ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 5-6 ഗ്ലാസ് കുടിക്കാമായിരുന്നു. സാറേ, ഒരു മിനിറ്റേ. ഇന്നാ നിങ്ങൾ ചോദിച്ച കോഫി ചൂടാക്കി കുടിച്ചോളണേ. മോളെ. ഇതിന്ന് കുറച്ച് നമ്മുടെ കല്യാണ ചെക്കനും കൊടുക്കണേ. കൊടുക്കാം മോളെ. അതെ, ഇങ്ങതാ. ഇന്നാ പിടിക്ക്. കുറച്ചെങ്കിലും വിവരമുണ്ടാ? വാ. അതും പോയി. നീ മനസ്സിൽ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? അതെന്താന്ന് വെച്ചാ സുജാത്തെ ഒന്ന് വിളിച്ചാ കൊള്ളാന്ന് ആലോചിക്കുന്നു. എന്താടി അഹങ്കാരാണോ? വരുന്ന ചെറുക്കന്മാരൊക്കെ നീ ഓരോന്ന് പറഞ്ഞ് ഓടിക്കല്ലേ? ഇത് 27ാമത്തെ തവണയാണ്. കൗണ്ടിങ് കറക്റ്റ് അല്ലേ അമ്മേ? നിന്റെ ഭാവം എന്താ പറ? കുറച്ച് ദിവസങ്ങൾക്ക് എനിക്ക് കല്യാണം വേണ്ട. ഓക്കേ?